കാട്ടാനയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ വനാതിർത്തിയിൽ താമസിക്കുന്ന ചെറുകിട കർഷകർക്ക് തോക്ക് ലൈസൻസ് കൊടുക്കണം. എന്ന് വെച്ചാൽ കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊന്ന് തിന്നാനല്ല, അത്യാവശ്യം പേടിപ്പിച്ച് വിടാൻ തോക്ക് ലൈസൻസ് കൊടുക്കണം. അത് ഗവൺമെന്റ് മുമ്പിൽ അത്യാവശ്യ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു പന്നി എത്തും, അതിനെ മണ്ണെണ്ണ വെച്ച് കുഴിച്ചിട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ട് കുഴിച്ചിട്ടോ എന്നുള്ള അത് നോക്കാൻ നടക്കുന്ന ഫോറസ്റ്റുകാരി, വാച്ചർമാരി, അതേപോലെ തന്നെ ഫോറസ്റ്റുകാരുടെ സിങ്കിടികളായിട്ട് ചില്ലറ കൊടുത്ത് കുറച്ച് ആളുകളെ പരിസരത്തുകൂടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ വെച്ചാൽ കാട്ടുമൃഗങ്ങളെ കാട്ടുമൃഗങ്ങളെ രക്ഷിക്കാനും കർഷകരെ ഉപദ്രവിക്കാനും അതിനുവേണ്ടി അവരത് ചെയ്യുന്നില്ല. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വനപാലകൻ, നിങ്ങൾ ആര് വേണമെന്ന് ചോദിച്ചോ, ഇവിടുത്തെ മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറോ അല്ലെങ്കിൽ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ ആ ഫോറസ്റ്റുകാരോ ഈ വനം കണ്ടിട്ടുണ്ടവർ ഇവരിവിടെ വന്ന് ഇങ്ങനെ കസാരയിലിരുന്ന് കാൽമ കയറ്റി വെച്ചിട്ട് ഇവരെ സിങ്കിടികളെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അവർ പറയണമെന്ന് കേട്ടിട്ട് കർഷകരെ ഉപദ്രവിക്കും അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ ഉപദ്രവിക്കും. അതേപോലെ അവിടെ നായായിട്ട് നടത്തി ഇവിടെ നായായിട്ട് നടത്തി എന്നിവിടെ റെയ്ഡ് നടത്തുക. ഇതൊന്നും ഫോറസ്റ്റിന്റെ ഉത്തരവാദിത്തമായിട്ട് അല്ല എന്ന് CM ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇനി കർശനമായി നടപ്പിലാക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഫോറസ്റ്റുകാരൻ ഇവിടെ വന്നിട്ട് ഒരാളുടെ വീട് റെയ്ഡ് ചെയ്യാനോ പരിശോധിക്കാനോ വന്നാൽ നാട്ടുകാർ വളഞ്ഞു വെച്ച് അവനെ റെയ്ഡ് ചെയ്യാനുള്ള അധികാരമില്ല. അവനങ്ങനെ റെയ്ഡ് ചെയ്യണമെങ്കിൽ സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടർ അനുമതി വേണം. ഒരാളുടെ വീട് കയറി തോന്നിവാദം കാണിക്കാനൊന്നും ഫോറസ്റ്റുകാർക്ക് ആരും അനുമതി കൊടുത്തിട്ടില്ല. അതിനൊന്നും അവർക്ക് നിയമമില്ല. അനാവശ്യമായ കാര്യങ്ങളിൽ കർഷകരെ ഉപദ്രവിക്കാനും കർഷക തൊഴിലാളികളെ ഉപദ്രവിക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും എസ്റ്റേറ്റിൽ ഒരു പട്ടിയും പറ്റും ചെയ്തുള്ളൂ. ത്തിന്റെ അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരേഷ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോങ്ങാട് നിയോജകമണ്ഡലത്തിന്റെ പ്രസിഡന്റ് സജീവ് മാത്യു, പ്രിയപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മെമ്പർ സന്തോഷ് കാഞ്ഞിരപ്പാറ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റിച്ചി ജോസ്, കർഷക യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ മരിങ്ങൂരി, പ്രിയപ്പെട്ട ഈ മേഖലയിലെ കർഷകൻ ഫിലിപ്പേടൻ, നല്ലവരായ നാട്ടുകാരെ, കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരവുമായി വരികയുണ്ടായി. ആ കാലത്ത് കേരളത്തിലെ 13 ജില്ലകളിലും അതാത് ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കൂടെ വന്യജീവികളുടെ കർഷകർക്കുള്ള വന്യജീവികളുടെ ആക്രമണത്തിനെതിരായി, കൃഷിനാശത്തിനെതിരായി, ആൾനാശത്തിനെതിരായി സമരവുമായി വരികയുണ്ട്. നല്ല രീതിയിൽ അതിനോട് സഹകരിക്കുകയുണ്ടായി, ഞാൻ ഓർക്കുന്നു. ഇത് പ്രിയപ്പെട്ട രാമകൃഷ്ണൻ നായരുടെ നാടാണ്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നടന്ന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളോടും സാധാരണക്കാരോടും ഇടപഴകി നിങ്ങളിൽ ഒരാളായി, നമ്മളിൽ ഒരാളായി ജീവിച്ച് മരിച്ച ആളാണ് രാമകൃഷ്ണൻ നായർ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ 1996 പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ കൂടെ അദ്ദേഹം മരണം വരെ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് മക്കൾ പറ്റിയ രാധാകൃഷ്ണനാണെങ്കിലും രമേശ് ആണെങ്കിലും നല്ല നിലയ്ക്ക് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയ്ക്കും സഹകരിക്കുന്നു. ഈ രാജ്യത്തെയും ഈ പ്രദേശത്തെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കർഷകരാണ് 3 ഏക്കറിലുള്ളത്. നമ്മൾ അറിയുണ്ടായി, അടുത്ത കാലത്തൊക്കെയായി 3 ഏക്കർ പ്രദേശത്ത് കാട്ടാന നശിപ്പിക്കാത്ത കൃഷിത്തോട്ടങ്ങളില്ല. 3 ഏക്കറിലെ കൃഷിത്തോട്ടങ്ങൾ മുഴുവൻ കാട്ടാന ആക്രമണത്തിൽ നശിച്ചു പോയിരിക്കുന്നു. വാഴ കൃഷിയാണ് ശരി, തെങ്ങിന്റെ കൃഷിയാണ് ശരി. ഈ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ചോളം അങ്ങേയറ്റം നിരാശയിലാണ്. ഒരു കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ല മലയോര മണ്ണിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്ത മലയോര കർഷകർ കൃഷിയിൽ നിന്ന് ജീവിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയുമായി ഇവിടെ വന്നതാണ്. ആ പ്രതീക്ഷകളൊക്കെ ഇപ്പൊ അസ്തമിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി, ഈ 3 ഏക്കറിലെയും
ഈ പ്രദേശത്തെയൊക്കെ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ, ആനകൾ ഇറങ്ങി കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇപ്പോ ഒരു തിരിച്ചറിവ് വനപാലകർക്ക് വന്നിരിക്കുന്നു. മണ്ണാർക്കാട് DFOയുടെ നേതൃത്വത്തിൽ നല്ലൊരു യോഗം കൂടിയിരിക്കുന്നു. RRTമാർ ഇവിടെ സ്ഥിരമായി നിയോഗിക്കാൻ പോകുന്നു. എത്രയോ കാലമായി ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. എത്രയോ കാലമായി ഇവിടെ ആനകളുടെ ശല്യമുണ്ട്. ഇനിയൊന്നും ബാക്കിയില്ല. ആ നിലയ്ക്ക് എല്ലാ കൃഷികളും 3 ഏക്കർ ഭാഗത്തെ സമീപ പ്രദേശത്തെയും കൃഷികൾ നശിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് വനപാലകർക്ക് തോന്നി ഇവിടെ RRTയെ നിയോഗിക്കണം, ആനയെ കയറ്റിവിടണം. എങ്ങോട്ട് കയറ്റിവിടുന്ന? കരിമലയിലേക്ക് കയറ്റിവിട്ടാൽ അവരെങ്ങനെ അവിടെ മന്ത്രം ചൊല്ലി അവിടെ നിൽക്കൂ? ആന തിരിച്ചിങ്ങോട്ട് വരും. ആനയ്ക്ക് ഭക്ഷണമുള്ള പ്രദേശത്തേക്ക് ഇറങ്ങി വരും. പണ്ടൊക്കെ 1972 മുമ്പ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. വന്യമൃഗങ്ങളൊന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. പുലിയോ കരടിയോ പന്നിയോ ഒന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പോണ്ട് കാഴ്ച ബംഗ്ലാവിലായിരുന്നു. കുട്ടികളെ കൂട്ടി പോവായിരുന്നു വന്യമൃഗങ്ങളെ കാണിക്കാൻ, പുലിയെ കാണിക്കാൻ, കടുവയെ കാണിക്കാൻ. ഇപ്പൊ നമ്മുടെ വീട്ടുമെടുത്തൂടെ ആനയും കടുവയും പുലിയും എല്ലാം ഉണ്ട്. ആ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കൃഷിമേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്താണ് 1972 വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്? അന്ന് കാട്ടിലേക്ക് പ്രവേശിച്ച് നായാട്ട് ചെയ്യുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒറ്റ മൃഗം നാട്ടിലേക്ക് ഇറങ്ങില്ല. അതിനെ തടയുന്നതിന് വേണ്ടി കാട്ടിലേക്ക് ആളുകൾ പ്രവേശിക്കരുത്, അങ്ങനെ പ്രവേശനീയെ തടയുന്നതിന് വേണ്ടി ആ കാട്ടിൽ കയറി കാട്ടിലെ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനെതിരായിട്ടായിരുന്നു വനസംരക്ഷണ നിയമം 1972 കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെന്റ്. ഇപ്പൊ സ്ഥിതി മാറിയിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടിൽ മൃഗങ്ങളില്ല. എന്താ? അവിടെ തീറ്റയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. സോഷ്യൽ ഫോറസ്റ്റ് കാര്യം പറഞ്ഞാണ്, അല്ലാത്ത കാര്യം പറഞ്ഞാണെങ്കിലും കോടിക്കണക്കിന് രൂപ വന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്.